അസ്സലാമലൈക്കും. തൗബ ചെയ്ത് പാപങ്ങൾ എങ്ങനെയാണ് മായ്ച്ചു കളയുക? ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയി. എനിക്ക് റബ്ബ് പുറത്തു തരുമോ? 100 പേര് കൊലപാതകം ചെയ്ത വ്യക്തിക്ക് റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണോ നമുക്ക് പുറത്തു തരുമോ എന്നൊരു സംശയം. മനസ്സറിഞ്ഞു തൗബ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നീ ചെയ്ത ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമായി ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്നറിയുമോ? എങ്കിൽ പറഞ്ഞു തരാം. നീയത്ത് വെച്ചു നന്നായി കുളിക്കുക. നീയത്ത്, ഈ കുളിയോടെ എൻ്റെ മനസ്സിനെ അങ്ങ് നന്നാക്കണമേ. അത്തർ പോലെയുള്ള സുഗന്ധം പുരട്ടുന്നതും നല്ലതാണ്. ആരുമില്ലാത്ത ഒറ്റക്കായ സ്ഥലമാണ് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത്. എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. നബിയുടെ പേരിൽ ഒരു ഫാത്തിഹയും കുറച്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരു സലാത്ത് ചൊല്ലുക. എന്നിട്ട് കൈകൾ റബ്ബിലേക്ക് ഉയർത്തി താൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും റബ്ബിനോട് ഏറ്റുപറയുക. മനസ്സറിഞ്ഞു വേണം തൗബ ചെയ്യാൻ. റബ്ബിൻ്റെ മുന്നിൽ മനസ്സ് തുറന്ന് കരയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. റബ്ബിൻ്റെ മുന്നിലല്ലാതെ വേറെ ആരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ തുറന്നു പറയുക. തെറ്റുകൾ ഏറ്റു പറഞ്ഞതിന് ശേഷം പറയുക, അല്ലാ, ആ സമയത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി റബ്ബേ, ഒരിക്കലും ഞാൻ അങ്ങയെ ധിക്കരിച്ച് ചെയ്തതല്ല റബ്ബേ. ആ സമയം ശൈത്താൻ്റെ കെണിയിൽ പെട്ടുപോയി. റബ്ബേ, മാപ്പാക്കണം. എല്ലാം പൊറുക്കുന്ന റബ്ബേ, എനിക്ക് മാപ്പ് നൽകണം. അവസാനം പറയുക, ഞാനിനി ഇത്തരത്തിലുള്ള തെറ്റുകളൊന്നും ചെയ്യുകയില്ല റബ്ബേ. ഇനിയും തെറ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് തോന്നിപ്പിച്ചാൽ നാളെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശൈത്താൻ നിങ്ങളെ മനസ്സിന് തോന്നിപ്പിക്കും, നാളെ തൗബ ചെയ്യാം എന്ന്. ഒരിക്കലും പിന്നീടൊരു ദിവസത്തേക്ക് നീട്ടിപ്പോകരുത്. ചിലപ്പോൾ ഈ നിമിഷം നാം മരിച്ചാലോ? ഇങ്ങനെ ഒന്ന് തൗബ ചെയ്തു നോക്കൂ. മനസ്സിനൊരു സന്തോഷം, മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിയതിൻ്റെ ഒരു സമാധാനം കിട്ടും. നമുക്ക് എല്ലാവർക്കും തൗബ ചെയ്ത് നന്നാവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനിയും ഒരുപാട് നല്ല അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.